കർണാടകയിൽ എന്ത് സംഭവിക്കുമെന്നതാണ് ചോദ്യം. അതായത് കർണാടകയിൽ പുതിയ മന്ത്രിസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ. DK ശിവകുമാർ 3-ാം തീയതി നാളെ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ്. നാളെ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നീക്കങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാകുമെന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മൾ കർണാടകയിലെ വാർത്തയിലേക്ക് വരികയാണ്. കോൺഗ്രസിന് മുന്നിൽ കീറാമുട്ടിയായിരുന്ന സർക്കാരിൻ്റെ മാറ്റം, അതിൽ അവർ തീരുമാനമുണ്ടാകുന്നു. അപ്പോൾ ഇനി അറിയേണ്ട ഒരു കാര്യം, DK ശിവകുമാറിനൊപ്പം മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യമാണ്. പുതുമുഖ മന്ത്രിമാർ ആരൊക്കെയാവും, ഒപ്പം തന്നെ ഏതിൽ പഴയ മന്ത്രിമാർ തുടരുമോ എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഇതിനിടയിൽ മന്ത്രിസഭയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MLA-മാരുടെ ഒരു നീണ്ട നിരയാണ് ഹൈക്കമാൻഡിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. മനു ഭരത് നമുക്കൊപ്പമുണ്ട്. മനു, നമ്മൾ കാത്തിരിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയാണ്. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാവും, പുതുമുഖങ്ങൾ ആരൊക്കെ, പുതിയ ആളുകൾ തുടരുമോ എന്ന ചോദ്യമാണ്. സിദ്ധരാമയ്യയുടെ മകനെ അടക്കം ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുണ്ട്. എന്താണ് കർണാടകയിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ? ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു സിദ്ധരാമയ്യയും DK ശിവകുമാറിന് വിവരങ്ങളുമുണ്ട്. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഏതായാലും ഇന്ന് ഹൈക്കമാൻഡുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കാം ഒരു അന്തിമ തീരുമാനത്തിലെത്തുക എന്ന കാര്യം നേരത്തെ തന്നെ ഇരു നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹൈക്കമാൻഡാണ് ഇതിൽ അന്തിമമായ ഒരു അഭിപ്രായം പറയേണ്ടത് എന്നാണ് നിലപാട്. ഏതായാലും സ്ഥാനം ഒഴിയുന്ന ഘട്ടത്തിൽ സിദ്ധരാമയ്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ ഒന്ന്, സുപ്രധാനമായ ഒരു പദവി തൻ്റെ മകനും അതുപോലെ തന്നെ വിശ്വസ്തരായ G. പരമേശ്വരിക്കുമൊക്കെ നൽകണം എന്നൊരാവശ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, എത്ര ഉപമുഖ്യമന്ത്രിമാർ കർണാടകയിൽ ഉണ്ടാകും എന്നതൊരു സുപ്രധാനമായ ചോദ്യമാണ്. ആദ്യഘട്ടങ്ങളിൽ 4 ഉപമുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായേക്കും എന്നൊക്കെ തരത്തിലുള്ള വാർത്ത വന്നെങ്കിലും അത്തരമൊരു ജംബോ മന്ത്രിസഭ അത് ആളുകൾക്കിടയിൽ പരിഹാസ്യമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ട എന്നൊരു നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു. ഏതായാലും 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതിൽ ഒരാൾ ആരായിരിക്കും, അല്ലെങ്കിൽ 2 പേർ ആരായിരിക്കും എന്നത് ഉള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് അത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാകണം എന്ന ഒരു ശക്തമായ സമ്മർദ്ദം കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അങ്ങനെ വന്നാൽ ഈ പ്രിയങ്ക് ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ അവിടെ ഒരുപക്ഷെ പരിഗണിക്കുന്നേക്ക് വന്നേക്കാം. അതോടൊപ്പം തന്നെ G. പരമേശ്വരയുടെ പേരും ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഈ 2 നേതാക്കളെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നൊരാവശ്യം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ DK ശിവകുമാറിൻ്റെ വിശ്വസ്തൻ ആയിട്ടുള്ള സതീഷ് ജാർക്കിഹോളിക്ക് എന്ത് പദവി നൽകുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. ഒരുപക്ഷെ കർണാടക പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായി സതീഷ് ജാർക്കിഹോളിയെ മാറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ അവിടെ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെ ഈ മന്ത്രിസഭയിൽ പുതിയതായി ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ വളരെ വളരെ സജീവമാകുന്നു. AS പൊന്നപ്പ, അതുപോലെ ശിവരാജ് തങ്കദാഗി, അതുപോലെ K. വെങ്കടേഷ്, ബാസവരാജ് രായ റെഡ്ഡി, BK ഹരിപ്രസാദ് തുടങ്ങി, സന്തോഷ് ലാഡ്, HC മഹാദേവപ്പ, സമീർ അഹമ്മദ് ഖാൻ തുടങ്ങി നിരവധി പേരുകൾ ഇങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും ഇനി സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു സമയമായി. ഇനി മന്ത്രിസഭ പുനഃസംഘടിക്കപ്പെടുമ്പോൾ ഉപമുഖ്യമന്ത്രിമാർ ആരൊക്കെ, പ്രധാന പോർട്ട്ഫോളിയോകൾ ആർക്കൊക്കെ നൽകണം, അതോടൊപ്പം തന്നെ സുപ്രധാനമായ ഒരു വിഷയമാണ് കർണാടക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരും, അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനായി ആര് വരുമെന്നൊക്കെ. സ്വാഭാവികമായും ജാർക്കിഹോളി താൻ അതിനുവേണ്ടി ഒന്നും ലോബിയിങ് നടത്തുന്നില്ല എന്ന് പറയുന്നു. അത് അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തെ ജാർക്കിഹോളി പരിഗണിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും കർണാടകയിൽ ഇനി കോൺഗ്രസിന് മുന്നിൽ അധിക സമയമില്ല. അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് ഇന്ന് തന്നെ എത്തിയേ മതിയാകും. അതാണ് സാഹചര്യം. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പ്രത്യേകതകൾ ഏറെയുണ്ട് കർണാടകയുടെ പുനഃസംഘടന. മനു ഒന്ന് തുടരുക. ഇതിനിടയിൽ ഇത്തവണ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനങ്ങളിൽ ഒരു വ്യക്തി യതീന്ദ്ര സിദ്ധരാമയ്യയാണ്. സിദ്ധരാമയ്യ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അദ്ദേഹം തനിക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, തനിക്ക് മന്ത്രിസഭാ പദവി കിട്ടും, മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Yes, I am aspirant
to become a member in the minister in the cabinet. High Command also, when I had gone and met Saturday, they had promised they would induct me into the cabinet. So I am hopeful. Sir, very importantly, there is a discussion about the KPCC president, sir. I don't know There are a about lot that. of speculation that Satish Jarkiwali to become a... I also know only about the speculations, but I don't know anything about what the High Command has decided. So we'll only know after the High Command announces. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സിദ്ധരാമയ്യയെ മാറ്റുമ്പോൾ ഹൈക്കമാൻഡ് നൽകിയ ഉറപ്പുകളിൽ ഒന്നായിരുന്നു മകന് മന്ത്രിസ്ഥാനം നൽകാമെന്നത്. അതാണിപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് എനിക്ക് പരിഗണന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയുന്നത്. നമുക്കൊരു കാര്യം കൂടി നോക്കാം. ആരൊക്കെയാവും ഈ മന്ത്രിസഭയിൽ വരാനിരിക്കുന്ന DK ശിവകുമാർ മന്ത്രിസഭയിലെ പുതുമുഖങ്ങൾ എന്ന കാര്യം? കാരണം മന്ത്രിസഭയിൽ ഉൾപ്പെടാത്ത ഒരു പറ്റ MLA മാർ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. നമുക്കതിൻ്റെ സാധ്യതകളൊന്ന് പരിശോധിച്ച് പോകാം. അതായത് യതീന്ദ്ര സിദ്ധരാമയ്യ, ഇപ്പോൾ നമ്മൾ കണ്ട അദ്ദേഹം സിദ്ധരാമയ്യയുടെ മകൻ, അദ്ദേഹത്തിന് സാധ്യത കൽപ്പിക്കുന്ന ഒരു പ്രധാനിയാണ്. MLA അല്ല, അദ്ദേഹം MLC ആണ്. എങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ ശക്തമായ സാധ്യതയുണ്ട്. സിദ്ധരാമയ്യയുടെ മകനാണ്. ഏറെക്കുറെ അത് ഉറപ്പുമാണ്. കാരണം ആ ധാരണയിൽ തന്നെയാണ് പ്രശ്നങ്ങളില്ലാതെ ഇത് ഏറെക്കുറെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ കോൺഗ്രസ് അവിടെ ശ്രമിക്കുന്നത്. മറ്റൊരു പേരുകാരൻ രവി ഗണിക എന്നതാണ്. ആദ്യകാല MLA-മാരുടെ കൂട്ടായ്മയിൽ സജീവമായി മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട നേതാവെന്ന പ്രത്യേകതയാണ് രവി ഗണിക. അങ്ങനെ പുതുമുഖമായി മന്ത്രിസഭയിലെത്താൻ സാധ്യതയുള്ള രണ്ടാമത്തെ പേരായി നമുക്ക് രവി ഗണികയെ ഉൾപ്പെടുത്താം. തീരുന്നില്ല. മറ്റൊന്ന് ബേലൂരു ഗോപാലകൃഷ്ണ, മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കായി ശക്തമായ രംഗത്തുള്ള ഒരാളാണ്. കാരണം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉയരുന്നത് DK അനുഭാവികൾക്ക് നിന്ന് ആവശ്യമുണ്ട്. പക്ഷേ അതിനൊപ്പം മന്ത്രിസഭാ പുനഃസംഘടന ഇതിനൊപ്പം നടക്കും. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് മന്ത്രിമാരാവാം. ഇവർ സമാന്തരമായി ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ ചെറുതല്ല. ഹൈക്കമാൻഡിന് മുന്നിലും ഇവരുടെ സമ്മർദ്ദമുണ്ട്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ബേലൂരു ഗോപാലകൃഷ്ണ. അദ്ദേഹവും മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളയാളാണ്. മറ്റൊരാൾ AR കൃഷ്ണമൂർത്തിയാണ്. പുതിയ മുഖങ്ങൾക്ക് അവസരം വേണമെന്ന ആവശ്യവുമായി ഡൽഹിയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പ്രധാനി കൂടിയാണ് ഇദ്ദേഹം. മറ്റൊരു പേരുകാരൻ ശാദാക്ഷരിയാണ്. സാമൂഹിക പ്രാദേശിക സമവാക്യങ്ങൾ, അവിടെ നമുക്കറിയാം ജാതി മത സമവാക്യങ്ങൾ കേരളത്തിൽ പലപ്പോഴും മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും വെല്ലുവിളി ഉണ്ടാകുന്നത് ഈ ജാതി മത സമവാക്യങ്ങളും ഒക്കെ എങ്ങനെ പാലിച്ചൊരു മന്ത്രിസഭ എന്നതാണ്. കർണാടകയിലും അത് ബാധകമാണ്. അത്തരം സാമുദായിക സമവാക്യങ്ങളുണ്ട്. ആ സമവാക്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ട ഒരു പേരായി കൂടി അത് മാറുകയാണ്. DK ശിവകുമാറിൻ്റെ താല്പര്യം കൂടി അതിൽ പ്രകടമായേക്കാം. മറ്റൊന്ന് DG ശാന്തന ഗൗഡയാണ്. വടക്കൻ കർണാടക പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായി സാധ്യതാ പട്ടികയിൽ കർണാടക നമുക്കറിയാം പല റീജിയൻസ് ആയിട്ടാണ്, വലിയ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പല റീജിയനും പ്രാധാന്യം കിട്ടണം. അതിൽ പരിഗണനയുള്ള ഒരാൾ കൂടിയാണ്. മറ്റൊന്ന് C പുട്ടാരംഗ ഷെട്ടി, അദ്ദേഹവും സാധ്യതയുള്ള ഒരാളാണ്. പഴയ മന്ത്രിമാരെ മാറ്റിയാൽ പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ പ്രമുഖൻ കൂടിയാണ് അദ്ദേഹം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതാണ് പുതുമുഖ മന്ത്രിമാർ ആരൊക്കെ എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പരിശോധിക്കുന്നത് കർണാടകയിലെ പുനഃസംഘടനയോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അവരുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന ചോദ്യമാണ്. കാരണം അടുത്തയിടങ്ങളിൽ കോൺഗ്രസിന് ഹൈക്കമാൻഡ് എന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത് ലോ കമാൻഡായി പോകുന്നു എന്ന ആക്ഷേപം അവർ കേൾക്കാറുണ്ട്. ഒന്ന് വലിച്ചു നീട്ടുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് തന്നെ താറുമാറാവുന്ന അവസ്ഥ രാജസ്ഥാനിലും ഒപ്പം മധ്യപ്രദേശിലുമൊക്കെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്ത് കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. മനു ഭരത്തും എനിക്കൊപ്പമുണ്ട്. മനു, നമുക്കറിയാം കർണാടകയിലെ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ അത് ഏറെക്കുറെ ചടുലമായൊരു തീരുമാനമാണെന്ന് പറയാം. വലിയ സമയമൊന്നും എടുത്തില്ല. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. അടുത്ത ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ദീർഘകാല ലക്ഷ്യം മുൻനിർത്തി ചില തീരുമാനങ്ങൾ എടുത്തു എന്ന പ്രതീതി പോലും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എത്ര മാർക്ക് നൽകാം? സജിത്ത്, ഇതിൽ രണ്ട് വിഭാഗങ്ങളായാണ് ഇപ്പോൾ സമ്മർദ്ദം അവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിഭാഗം നേരത്തെ ഈ സിദ്ധരാമയ്യയുടെ ഒപ്പമുണ്ടായിരുന്ന ശക്തമായി നിലയുറപ്പിച്ച ഒരു വിഭാഗം, അവർ ഈ തങ്ങൾക്ക് അടുത്ത മന്ത്രിസഭയിലും സ്ഥാനം വേണം, HK പാട്ടീലിനെ പോലുള്ളവർ ഒക്കെ അവിടെ തങ്ങൾക്ക് വീണ്ടും സ്ഥാനം വേണം എന്നൊരു നിലപാട് ഉറപ്പിക്കുന്നു. അതേ ആവശ്യമായി രംഗത്തുണ്ട്. അതേസമയം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉൾപ്പെടാത്ത ചില ആളുകൾ ഇത്തവണ തങ്ങൾക്ക് ഒരു അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കം ഇപ്പോൾ കർണാടകയിൽ നടക്കുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നത്, കൂടിയാലോചനകൾക്ക് ശേഷം എല്ലാ വിഭാഗങ്ങളെയും കേട്ട് എല്ലാവരെയും
തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് ആളുകളെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നാണ് കരുതുന്നത്. പല പേരുകൾ സൈറ്റ് സൂചിപ്പിച്ച പേരുകൾ കൂടാതെ ഇപ്പോൾ AS പൊന്നയ്യയുടെ പേര് വരുന്നു, ശിവരാജ് ടിയുടെ പേര് വരുന്നു, സൈറ്റ് നേരത്തെ സൂചിപ്പിച്ച പട്ടുരംഗ ഷെട്ടിയുടെ പേര് വരുന്നുണ്ട്, K വെങ്കടേഷ് ഉണ്ട്, ബാസവരായ റെഡ്ഡി ഉണ്ട്, അതുപോലെ BK ഹരിപ്രസാദ് തനിക്ക് ഒരു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, സന്തോഷ് ലാഡ്, അങ്ങനെ സമീർ അഹമ്മദ് ഖാൻ, ഇങ്ങനെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ തങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്കിതിനുള്ള അല്ലെങ്കിൽ തങ്ങൾക്കിതൊരു സ്ഥാനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് വിഭാഗങ്ങളായി. നേരത്തെ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഹൈക്കമാൻഡിനെ കാണുന്നുണ്ട്, അവർക്കും ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, ഈ മല്ലികാർജുൻ ഖർഗെയുടെ മകന് പ്രിയങ്ക് ഖാർഗെയ്ക്ക് എന്ത് ഒരു സ്ഥാനം നൽകുമെന്നാണ്. ഇപ്പോൾ ഒന്ന് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് വരണം എന്നൊരു ആവശ്യം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൊടുക്കാതെ നിർവാഹം ഉണ്ടാകില്ല. നേരത്തെ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പരമേശ്വര. സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾക്ക് അല്ലെങ്കിൽ സിദ്ധരാമയ്യയുടെ അത്രയും വിശ്വസ്തനായിരുന്ന ഒരാൾക്ക് ഈ മന്ത്രിസഭയിൽ കൂടി സ്ഥാനം വേണം എന്നൊരു നിലപാട് സിദ്ധരാമയ്യ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത്തരം ഒട്ടനവധി വിഷയങ്ങൾ കോൺഗ്രസിന് മുന്നിൽ ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രമ്യമായി പരിഹരിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് പലയിടങ്ങളിലും, ഇപ്പോൾ കേരളത്തിലെ വിജയത്തോടുകൂടി, തിളക്കമാർന്ന വിജയത്തോടുകൂടി ദക്ഷിണേന്ത്യയിൽ പലയിടത്തും തങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ കാണുന്നു എന്നതാണ് കോൺഗ്രസ് കരുതുന്നത്. അപ്പോൾ തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസ്സിന് ആ നിലയ്ക്കുള്ളൊരു ബലം വർദ്ധിക്കുന്നു, കർണാടകയിൽ ബലം വർദ്ധിക്കുന്നു, അതോടൊപ്പം കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കി സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നു. അതേസമയം തമിഴ്നാട്ടിലാകട്ടെ സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഒരു കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നൊരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൈറ്റ് നന്ദി മനു. എന്തായാലും ഇക്കാര്യത്തിൽ കർണാടകയിൽ നടക്കാൻ പോകുന്ന നീക്കങ്ങൾ ഇതാണ്. അതിൽ ഹൈക്കമാൻഡ് എത്ര മാർക്കുമെന്ന ചോദ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.